സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രഹ്മജ്ഞ സംവാദം എന്ന ഉപനിഷത്ത് കഥയുടെ 5-ാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. ഗാർഗി പിന്തിരിയുന്നത് കണ്ട് അരുണപുത്രനായ ഉദ്ദാലകൻ സംവാദത്തിലിറങ്ങി. പണ്ഡിതന്മാർക്കുകൂടി പേടി സ്വപ്നമായിരുന്ന ഉദ്ദാലക മഹർഷി വാഗ്വാദത്തിന് തയ്യാറായി വന്നപ്പോൾ ജനക മഹാരാജാവിൻ്റെ സഭയാകെ കോരിത്തരിച്ചുപോയി. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടു തന്നെയാണ് ഉദ്ദാലക മഹർഷിയുടെ പുറപ്പാട്. തികച്ചും ശാന്തനായി തന്നെ അദ്ദേഹം യാജ്ഞവൽക്യനോട് ചോദിച്ചു, അല്ലയോ യാജ്ഞവൽക്യ, മഹാപണ്ഡിതന്മാരുടെ ഈ സഭയിൽ ഏറ്റവും ശ്രേഷ്ഠന് വേണ്ടി ജനക മഹാരാജാവ് നീക്കിവെച്ച പശുക്കളെ നീ സ്വന്തമാക്കാൻ ശ്രമിച്ചു. അന്തര്യാമിയായ ആത്മാവിനെ അറിയാതെയാണ് നീ ബ്രഹ്മജ്ഞർക്കുള്ള പശുക്കളെ കൊണ്ടുപോകുന്നതെങ്കിൽ നിന്റെ തല തെറിച്ചു പോകും. അതുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് നീ ശരിയായ ഉത്തരം തരണം എന്നു പറഞ്ഞ് ഉദ്ദാലകൻ താക്കീത് നൽകി. അതോടെ മഹാസഭ വീർപ്പടക്കി കാത്തിരുന്നു. അവിടുന്ന് ചോദിച്ചാലും യാജ്ഞവൽക്യൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ ഉദ്ദാലകൻ തൻ്റെ സംവാദം ആരംഭിച്ചു. അയാൾ ചോദിച്ചു, യാജ്ഞവൽക്യ, ഞാനും കൂട്ടുകാരും പണ്ട് മദ്രദേശത്ത് പതഞ്ജലന്റെ വീട്ടിൽ യജ്ഞശാസ്ത്രം പഠിക്കാനായി താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിക്ക് മിക്കവാറും ഒരു ഗന്ധർവബാധ ഉണ്ടാകുമായിരുന്നു. ആ സമയങ്ങളിൽ ആ സ്ത്രീ ഒരു ഗന്ധർവന്റെ രൂപത്തിൽ പെരുമാറും. ഒരിക്കൽ അവരുടെ ശരീരത്തിൽ ഗന്ധർവബാധ ഉള്ള സമയത്ത് ഞങ്ങൾ അവളോട് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഗന്ധർവനാണ്, അഥർവന്റെ പുത്രനായ കബന്ധനാണ്. ഗന്ധർവന്റെ സംഭാഷണം കേട്ട് പതഞ്ജലനും മറ്റുള്ളവരും ചുറ്റും കൂടി നിന്നു. അപ്പോൾ ആ ഗന്ധർവൻ പതഞ്ജലനോടും മറ്റുള്ളവരോടുമായി പല ചോദ്യങ്ങളും ചോദിക്കാൻ ആരംഭിച്ചു. പതഞ്ജലന്റെ ഗന്ധർവബാധിതയായ പത്നി പതഞ്ജലനോട് ചോദിച്ചു, അല്ലയോ പതഞ്ജല, നിങ്ങൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുക. ഈ ജന്മവും വരും ജന്മവും എല്ലാ ഭൂതങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് സൂത്രത്തിലാണെന്ന് അറിയാമോ? പതഞ്ജലൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ആ ഗന്ധർവ സ്ത്രീ അവിടെ കൂടിയിരിക്കുന്നവരോട് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു നോക്കി. ആർക്കും മറുപടി അറിയാതെ വന്നപ്പോൾ ആ ഗന്ധർവൻ സർവാന്തര്യാമിയായ ആത്മാവിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് അതെനിക്കറിയാം എന്ന് ഉദ്ദാലകൻ പറഞ്ഞു. അല്ലയോ യാജ്ഞവൽക്യ, ഈ വിധം ഞങ്ങൾ മനസ്സിലാക്കിയ ആ ചരട് എന്താണെന്ന് നീ ഇപ്പോൾ ഈ സഭയിൽ പറയണം. അത് അറിയില്ലെങ്കിൽ നിന്റെ തല തെറിച്ചു പോകും. ഈ വിധത്തിലുള്ള ഉദ്ദാലക മഹർഷിയുടെ താക്കീത് കേട്ടിട്ടും ഒട്ടും പരിഭ്രമമില്ലാതെ യാജ്ഞവൽക്യൻ പ്രതികരിച്ചു. യാജ്ഞവൽക്യൻ പറഞ്ഞു, അല്ലയോ ഉദ്ദാലക, ആ സൂത്രത്തെയും അന്തര്യാമിയെയും എനിക്കറിയാം. അപ്പോൾ ഉദ്ദാലകൻ പറഞ്ഞു, എനിക്കറിയാമെന്ന് ഏതൊരുവനും പറയാം. നിനക്കറിയുമെങ്കിൽ അറിയുന്നത് പോലെ ഇവിടെ പറയുക. അപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞു, അല്ലയോ ഉദ്ദാലക, എല്ലാറ്റിനെയും ബന്ധിപ്പിക്കുന്ന ആ ചരട് വായുവാകുന്നു. വായുവിനാലാണ് ഈ ലോകവും പരലോകവും എല്ലാ ഭൂതങ്ങളും കെട്ടപ്പെട്ടിരിക്കുന്നത്. അത് കേട്ട് ഉദ്ദാലകൻ പറഞ്ഞു, ശരി, എങ്കിൽ ഇനി അന്തര്യാമിയെക്കുറിച്ച് പറയുക. യാജ്ഞവൽക്യൻ തുടർന്നു, ഭൂമി, ജലം, അഗ്നി, അന്തരീക്ഷം, വായു, ദ്യുലോകം, ആദിത്യൻ, ദിക്കുകൾ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം, തമസ്, തേജസ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, മനസ്സ് എന്നിവയുടെയെല്ലാം ഉള്ളിലിരിക്കുന്നവനും ഇവയെല്ലാം നിയന്ത്രിക്കുന്നവനും എന്നാൽ ഇവകൾക്കൊന്നും അറിയാൻ കഴിയാത്തവനുമാണ് ആ അന്തര്യാമി. നിന്റെ ആത്മാവും ആ അന്തര്യാമിയാകുന്നു. അവന് നാശമില്ല, അതൊഴിച്ചുള്ളതെല്ലാം നശിക്കുന്നതാകുന്നു.